ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അസുരന്മാർ ആർത്തു വിളിച്ചടുത്തു. മാമല മുകളിൽ കാർമേഘം മഴ പൊഴിക്കുന്നത് പോലെ ശ്രീ മുകുന്ദനാകുന്ന ഗിരിയിൽ അസ്ത്രവർഷം തുടങ്ങി. ശ്യാമളവർണ്ണമുള്ള ശ്രീ മഹാവിഷ്ണു കറുത്തിരുണ്ട രാക്ഷസേന്ദ്രന്മാരാൽ മഴ പൊഴിയുന്ന കാർമേഘം ചൂഴുന്ന അഞ്ജന പർവ്വതം പോലെ ശോഭിച്ചു. നെൽക്കണ്ടത്തിൽ ചാഴിയെപ്പോലെ, തേൻകുടത്തിൽ എത്തുന്ന കാട്ടീച്ച പോലെ, അപ്തിയിലെ വൻ മത്സ്യങ്ങൾ പോലെ അരക്കന്മാരുടെ ബാണസമൂഹം വജ്രതുല്യം വായുവേഗത്തിൽ ചെന്ന് ലോകാവസാന കാലത്തിൽ സകല ചരാചരങ്ങളോട് കൂടിയ പാരിടം ഭഗവാൻ മഹാവിഷ്ണുവിൽ ലയിക്കുന്നത് പോലെയായി തീർന്നു. രഥാരൂഢർ രഥത്തോടുകൂടി, ആനപ്പുറമേറിയവർ ആനയോടുകൂടി, കുതിരപ്പുറം ഏറിയവർ കുതിരയോടുകൂടി, അമ്പരസ്ഥിതരായ കാലാളുകൾ അങ്ങനെ ഒന്നിച്ച് പ്രാണായാമം ബ്രാഹ്മണനെ എന്ന പോലെ ദേവദേവനെ വീർപ്പുമുട്ടിക്കത്തക്ക വിധം അടുത്തു. വേല്, പരുകം, തോമരം, അസ്ത്രം എന്നിവയാൽ പർവ്വതാകാര രാക്ഷസന്മാർ ശ്രീഹരിയെ വിഷമിപ്പിക്കുവാൻ തുടങ്ങി. മഹാസാഗരത്തിൽ മത്സ്യങ്ങൾ സ്വച്ഛന്തം മതിക്കുന്നത് പോലെ നക്തഞ്ചരന്മാർ ഗർവിഷ്ഠരായി പുളയ്ക്കുന്നതു കണ്ട ലോകനാഥൻ ശാർഗം കുലയേറ്റി കൂരമ്പുകൾ നിശാടരിൽ ദുർജയനായ പരമാത്മാവ് തൂകി. 100, 1000 എന്നിങ്ങനെ ഘോര രാക്ഷസന്മാർ വീണു. വജ്രതുല്യ സായക വർഷത്താൽ കൊടുങ്കാറ്റ് വർഷത്തെ എന്ന പോലെ നിശാചര സൈന്യത്തെ മഹാപ്രഭു ഓടിച്ചു. പുരുഷോത്തമൻ ഉത്തമമായ പാഞ്ചജന്യമൂതി. വരുണാലയ സിദ്ധമായ പാഞ്ചജന്യത്തെ ശാർഘപാണി ഉച്ചത്തിൽ വിളിച്ചപ്പോൾ മുപ്പാരും നടുങ്ങത്തക്ക ഘോര നിസ്വനമുയർന്നു. വനമധ്യത്തിലെ അത്യുഗ്രനായ സിംഹത്തിൻ്റെ ഗർജനം കേട്ട മധയാനകൾ പോലെയായി പള്ളിശങ്കിൻ്റെ ശബ്ദം കേട്ട നിശാചരന്മാർ. അശ്വസമൂഹങ്ങൾക്ക് നിൽക്കുവാൻ കൂടി സാധിക്കാതെയായി. ആനകളുടെ മതമെല്ലാം ഒഴിഞ്ഞു. തേരിൽ നിന്നിരുന്ന മഹാരഥന്മാർ മഞ്ഞിടത്തിൽ പതിച്ചു. പാഞ്ചജന്യനാദം അവരുടെയെല്ലാം കെൽപ്പകറ്റി. ശാർഘമെന്ന പള്ളിവില്ലിൽ നിന്നും വരുന്ന ശരങ്ങൾ വജ്രതുല്യ മുനകളോട് കൂടിയവയാണ്. രാക്ഷസ പരീക്ഷകളെ പിളർത്തിക്കൊണ്ട് അവ ഊഴിയിലേക്ക് ആണ്ടു തുടങ്ങി. ശ്രീനാരായണ സ്വാമിയുടെ ഘോരാസ്ത്രങ്ങൾ തട്ടിയ അസുരന്മാർ വജ്രം തട്ടിയ അദ്രികളെ പോലെ മഞ്ഞിടത്തിൽ പതിച്ചു. മഹാവിഷ്ണുവിൻ്റെ ചക്രമേറ്റ് മുറിഞ്ഞ മൃതശരീരങ്ങൾ കാവിമൺ പുരണ്ട ശൈലങ്ങൾ പോലെ ചുടുരക്തം ഒഴുകി. പള്ളിശങ്കിൻ്റെയും ശാർഘ ചാപത്തിൻ്റെയും നിസ്വനം ഉയർന്നു. രാക്ഷസപടകളുടെ ഘോരാട്ടഹാസം വൈഷ്ണവനാദത്തിൽ ലയിച്ചതുപോലെയായി. അരക്കന്മാരുടെ അമ്പുകൾ, വില്ലുകൾ, രഥങ്ങൾ, ധ്വജങ്ങൾ, കൊടിക്കൂരകൾ, തുണീരങ്ങൾ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ശിരസുകൾ എന്നിവയെ വൈഷ്ണവാസ്ത്രങ്ങൾ ചിഹ്നങ്ങളാക്കി. സൂര്യൻ തീക്ഷ്ണങ്ങളായ കിരണങ്ങളെ പോലെ, മഹാസമുദ്രം ഉഗ്രപ്രവാഹങ്ങളെ എന്ന പോലെ, പർവ്വതങ്ങൾ ഉഗ്രസർപ്പങ്ങളെ എന്ന പോലെ, കാർമേഘങ്ങൾ പേമാരികളെ പോലെ, ചക്രധാരിയുടെ ശ്രീ ശാർഘം അമ്പിൻ നിരകളെ വിട്ടു തുടങ്ങി. 100, 1000, 10000 ഇങ്ങനെ കണകൾ പാഞ്ഞു. ശരഭം എന്ന മൃഗവീരൻ കേസരികളെ എന്ന പോലെ, സിംഹം മധയാനകളെ പോലെ, ഗജവീരൻ വ്യാഘ്രങ്ങളെ എന്ന പോലെ, വ്യാഘ്രം കുറുനരികളെ എന്ന പോലെ, കുറുനരി ശ്വാക്കളെ എന്ന പോലെ, നായ പൂച്ചകളെ എന്ന പോലെ, പൂച്ച സർപ്പങ്ങളെ എന്ന പോലെ, വിഭുവായ വിഷ്ണുവിൻ്റെ ശരങ്ങൾ രജനീചരന്മാരെ ഓടിച്ചു തുടങ്ങി. ചിലർ പാഞ്ഞു, ചിലർ പാരിടത്തിൽ പതിഞ്ഞു കിടന്നു. ഇങ്ങനെ സംഖ്യാതീതമായി ആസുരന്മാരെ നിഗ്രഹിച്ച മഹാവിഷ്ണു ഇടിനാദത്തെ ഇന്ദ്രൻ എന്ന പോലെ വീണ്ടും പാഞ്ചജന്യ നിസ്വനത്തെ പുറപ്പെടുവിച്ചു. ഭഗവാന്റെ നിശിതങ്ങളായ ശരധാരകൾ കൊണ്ട് ഭയപ്പെട്ടും പാഞ്ചജന്യനാദത്താൽ തളർന്നും ആശരപ്പട അവശരായി തീർന്നു. ജീവസംരക്ഷണാർത്ഥം ലങ്കാരാജ്യത്തിലേക്ക് പലായനം ചെയ്തു. ശ്രീഹരിയുടെ ബാണജാലങ്ങൾ ആശരപ്പടയെ ഉടച്ചു. അത് കണ്ട സുമാലി മുന്നോട്ട് വന്ന് ശരവർഷത്താൽ തടുത്തു. സൂര്യനെ കാർമേഘമെന്ന പോലെ ബാണങ്ങളെ കൊണ്ട് മഹാവിഷ്ണുവിനെ മറച്ചു. നെഞ്ചൂക്ക് ഏറ്റവുമുള്ള അസുരന്മാർ ധൈര്യമേന്തിക്കൊണ്ട് ചൊടിയോടെ വീണ്ടും അടുത്തു. ബലം കൊണ്ട് ഗർവിഷ്ഠനായ അസുരപ്രമുഖൻ ഉച്ചത്തിലാർത്തത് സൈന്യങ്ങൾക്ക് ജീവനേകുന്ന മട്ടിലായി. ഞാണുകിടക്കുന്ന ചങ്ങല കാലിൽ നിന്ന് വേർപെടുത്തി തുമ്പിയാട്ടുന്ന ഗജേന്ദ്രൻ പോലെ പുരുഷോത്തമനായ രാക്ഷസൻ മിന്നലാർന്ന കാർമേഘം പോലെ അലറിത്തുടങ്ങിയപ്പോഴേക്കും കുണ്ഡലാദികൾ ധരിച്ച സൂതൻ്റെ ശിരസ് മണ്ണിൽ പതിച്ചു. പരിഭ്രാന്തങ്ങളായ അശ്വങ്ങൾ രഥത്തെ വട്ടം ചുറ്റിച്ചു. ഭോഗാസക്തങ്ങളായ ഇന്ദ്രിയാശ്വങ്ങളാൽ ചുറ്റുന്ന അധീരനെ പോലെയായി സുമാലി.
മഹാബാഹുവായ വിഷ്ണു ഭഗവാൻ നിണരുളുന്ന പടനിലത്തിലേക്കായി അശ്വങ്ങളുടെ യാത്ര. ശ്രീഹരിയുടെ അടുത്തേക്കടുക്കുന്ന സുമാലി തേരിനെ കണ്ടപ്പോൾ വില്ലും അമ്പുമെടുത്ത മാലി പെട്ടെന്ന് ഓടിയടുത്തു. കേശവ ശരീരത്തിലേക്ക് മാലിയുടെ പൊന്നണി സായകങ്ങൾ തുരുതുരെ ക്രൗഞ്ചത്തിലേക്ക് പക്ഷികൾ പോലെ പ്രവേശിച്ചു. ഒരു തപോനിധിയുടെ ഹൃദയത്തെ ദുഃഖത്തിന് ചലിപ്പിക്കുവാൻ കഴിയാത്തതുപോലെ അരക്കൻ്റെ അസ്ത്രങ്ങൾ അച്യുതനെ അല്പവും കുലുക്കിയില്ല. ഭൂതഭാവനനായ ഭഗവാൻ നാരായണൻ ചെറുനാണൊലി മുഴക്കി. ശാർഗത്തിൽ നിന്ന് കൂരമ്പുകൾ പുറപ്പെട്ടു. വജ്രതുല്യവും വിദ്യുത് തുല്യവുമായ അവ മാലി ശരീരത്തിൽ തറച്ചു. ഉരകങ്ങൾ സുധയെ എന്ന പോലെ രാക്ഷസ രക്തം പാനം ചെയ്തു. ശംഖചക്ര ഗതാപാണിയായ ദേവദേവൻ മാലിയെ പിന്തിരിപ്പിച്ചു. അവൻ്റെ കിരീടം, കൊടി, വെല്ല്, അശ്വങ്ങൾ എന്നിവയെ മുറിച്ചിട്ടു. പർവ്വത ഗഹ്വരത്തിൽ നിന്ന് സിംഹമെന്ന പോലെ നക്തഞ്ചരേന്ദ്രൻ ഗദയുമേന്തി തേരിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി. അന്തകൻ പരമശിവനെ എന്ന പോലെ ഗദ കൊണ്ട് വൈനതേയനെ ആനൊന്ന് അടിച്ചു. ഇന്ദ്രൻ വജ്രം കൊണ്ട് പർവ്വതത്തിൽ എന്ന പോലെ രാക്ഷസന്റെ ഗദാപാദം നെറ്റിത്തടത്തിലേറ്റ ഗരുഡൻ വേദനയാർന്നു ഒന്ന് പിന്നോക്കം മാറി ഒഴിഞ്ഞു. ദേവനെ ഗരുഡൻ യുദ്ധകളത്തിൽ നിന്ന് പിന്മാറ്റിയത് കണ്ട് അരക്കന്മാർ അത്യുച്ചത്തിൽ കൂക്കിയാർത്തു. ഹർഷോത്തമന്മാരായ നിശാചരന്മാരുടെ കൂക്കുവിളി കേട്ട ഭഗവാന്റെ അംബുജലോചനങ്ങൾ അല്പമൊന്ന് തുടുത്തു. വൈനതേയൻ മുകളിൽ പെട്ടെന്ന് പിന്തിരിഞ്ഞിരുന്ന് തൃച്ചക്രത്തെ മാലിയുടെ നേരിട്ട് വിട്ടു. സ്വതേജസ്സിനാൽ അമ്പരതലത്തെ ജാജ്വല്യമാനമാക്കിയ സൂര്യനെ പോലെ കാലചക്രാഭമായ സുദർശനം മാലിയുടെ ശിരസിനെ ഉടലിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞു. രാഹുവിൻ്റെ തല പോലെ മാലിയുടെ ശിരസ് ചുടുരക്തം ചിന്തിക്കൊണ്ട് കിടന്നുരുണ്ടു. അമരന്മാർ ആനന്ദ തുന്തിലരായി ദേവനെ സ്തുതിച്ചു. നന്ന് നന്ന് എന്നിങ്ങനെ ആർപ്പ് വിളിച്ചു. മാല്യവാനും സുമാലിയും അനുജന്റെ നിഗ്രഹം കണ്ട് അഴലാർന്ന് ബാക്കി പടകളോടുകൂടി ലങ്കയിലേക്ക് ധൃതിയിൽ ഓടിത്തുടങ്ങി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.